ഇന്ന് തകർക്കും. Yeah, good afternoon. Sorry. Good morning, everyone. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Yeah, good morning, all. Good morning. Okay. Apo prayer ara start ചെയ്തോളൂ. Prayer and തൊഴിലുറപ്പിടി അല്ലെങ്കിൽ signing in എന്തൊക്കെയല്ലേ? Okay, start ചെയ്യൂ. Yeah, ആരാ prayer ആരാ? Hello, good morning, ma'am. ഞാൻ ജോളി സ്റ്റാർട്ട് ചെയ്യട്ടോ. ഹലോ. Okay, prayer ആണോ? prayer. ചൊല്ലിക്കോളൂ, start ചെയ്തോളൂ. Today we are doing God prayer song. Let's start. Thank you, God, for the beautiful world, the sun and the blue sky, for the birds and the fish and the flowers and the trees and the cute little butterfly. Thank you, God, for the beautiful world, for the sun and the blue sky, for the birds and the fish and the flowers and the trees and the cute little butterfly. Yeah, okay. ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യുക. ആണോ? Yeah, നന്നായിട്ടുണ്ട്. താങ്ക് യു മാം. Okay. ഇനി thought of today ആരാ പറയാ? Hello, ma'am. Okay. One child, one teacher, one pen, and one book can change the world. Malala Yousafzai. Yeah. Okay. Okay. അപ്പൊ how are you all? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണല്ലോ എല്ലാവർക്കും? Yes, ma'am. Yes, ma'am. Yeah. Good. Okay. Yeah. Okay. Let's move on the topic. നമ്മള് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ ആയിരുന്നു. അതെല്ലാം ക്ലിയർ ആണല്ലോ? നമ്മൾ അവിടെ വരെ വെച്ചെടുത്താണ്. അവിടെ വരെ എടുത്തത് എല്ലാവർക്കും ക്ലിയർ ആണ്? ക്ലിയർ ആണ്. വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഹലോ മിസ്റ്റർ. എന്തോ? കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് ഒരു വേർഡിന്റെ ഒരു ഡൗട്ട് വന്നായിരുന്നു. കൗണ്ടബിൾ അൺകൗണ്ടബിൾ എന്നുള്ളതിന്റെ ടോയ്സ് എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ടോയ് എന്നുള്ളത് കൗണ്ടബിളും ടോയ്സ് എന്നുള്ളത് അൺകൗണ്ടബിൾ എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്ത് തരാമോ? അതായത് ടോയ്സ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറലാണ്, ഒരുപാട് ഉണ്ടെന്നാ പറയും. കളിപ്പാട്ടങ്ങൾ എന്ന് വരും മലയാളത്തിൽ, അല്ലെ? കളിപ്പാട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്, അത് അൺകൗണ്ടബിൾ ആണ്. ടോയ് ആകുമ്പോ ഒരെണ്ണോ രണ്ടെണ്ണോ ഒക്കെ ഉണ്ടാവുള്ളൂ, അല്ലെ? കളിപ്പാട്ടം എന്നാ പറയുന്നേ. അപ്പൊ അത് കൗണ്ടബിൾ ആണ്. മനസ്സിലായോ? ഓക്കെ. ഞാൻ കുറച്ച് കൗണ്ടബിളിന്റെ നോട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇത്രയും കൗണ്ടബിൾ ആണ്. ഇത് എന്തുകൊണ്ടാണ് കൗണ്ടബിൾ ആയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോ അത് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം കുറെയൊക്കെ കുറച്ചൊക്കെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് ഇത് നോക്കുമ്പോ. പക്ഷെ ഇത് നിങ്ങൾ പഠിക്കുക, ഇത് കൗണ്ടബിൾ ആണെന്ന് പഠിക്കും. ഓക്കെ, ക്ലിയർ ആണോ?
യെസ് മാം. നോട്ട് ഉണ്ട്, ഞാനത് അപ്ലോഡ് ചെയ്ത് വെക്കാം. അപ്പൊ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരും. ഓക്കെ, ക്ലാസ് റൂമിലെത്തേക്കും. ഇതുപോലെ തന്നെ അൺകൗണ്ടബിൾ ഉണ്ട്. നിങ്ങൾ കുറേക്ക് നിങ്ങൾ തന്നെ ഫോട്ടോ എടുത്തിട്ട് പഠിക്കാം. പക്ഷെ നിങ്ങൾ ഇത്രയും സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കൗണ്ടബിൾ നോട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ എത്രയൊക്കെ ഉള്ളൂ കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഇനി നെക്സ്റ്റ് പ്ലൂറലാണ്. ചോദിക്കാം, അൺകൗണ്ടബിളിന്റെ കാണിച്ചിരുന്നോ? അൺകൗണ്ടബിളിന്റെ കാണിച്ചിരുന്നോ? അൺകൗണ്ടബിൾ കാണിച്ചിരുന്നോന്ന്? ഇപ്പൊ കൗണ്ടബിളിന്റെ അല്ലേ ഇത് കാണിച്ചത്? അൺകൗണ്ടബിള് നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറെ ഇതുണ്ട്, എക്സാമ്പിൾസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്യാത്തത്. ടെക്സ്റ്റിൽ എല്ലാവരും അൺകൗണ്ടബിൾ ആണ്. ആയിക്കോട്ടെ മാം. ഇംഗ്ലീഷിന്റെ എക്സാം എന്തോ? ഇംഗ്ലീഷിന്റെ പേപ്പർ എക്സാം ഉണ്ടോ? എക്സാം ഉണ്ടോ? മാം എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് മാം. ഈ ഡൗട്ട്സുകളൊക്കെ ലാസ്റ്റ് ചോദിക്കായിരുന്നു മാം. ക്ലാസ് തുടങ്ങിയ ഞങ്ങൾക്ക് അടുത്ത ജോലികളൊക്കെ ഞങ്ങൾക്ക് നോക്കാനുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് ഞങ്ങൾക്ക് നോക്കാൻ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡൗട്ടൊക്കെ ചോദിക്കാം. ഒരു ലാസ്റ്റ് 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് നമുക്ക് ഡൗട്ടിന് വേണ്ടി മാറ്റി വയ്ക്കാം. ഓക്കെ, സോ ഗുഡ് ഡേ. ഓക്കെ, അപ്പോ ക്ലാസ് നമുക്ക് ഇനി പ്ലൂറൽ ആണ്. പ്ലൂറൽ, സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? ശ്രദ്ധിച്ചിരിക്കണേ. അതായത് just wait, നോക്കിയാണ്. ഓക്കെ, അപ്പൊ പ്ലൂറൽ എന്താണ്? ഒരു വേർഡ് ഉണ്ടെങ്കിൽ അതെന്താണ്? പ്ലൂറൽ ഫോം ഉണ്ട്. സിംഗുലറും പ്ലൂറൽ ഉണ്ട് അല്ലെ? അതാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. പ്ലൂറൽ എന്ന് പറയുന്നതാണ് നോക്കാം. Some nouns in English seem to be plural in form but are in fact singular and they are followed by singular verbs. അതായത് ഈ കാണുന്ന കുറച്ച് വേർഡ്സ് ഇല്ലേ, മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് എന്താണ് പ്ലൂറൽ ആയിട്ട് തോന്നാം. പക്ഷെ എന്താണ്, സിംഗുലർ വേർഡാണ്. ഓക്കെ, ഇങ്ങനെ ഡൗട്ട് ഒക്കെ വരും. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ എസ് ആഡ് ചെയ്ത് കാണാം. ഇപ്പോ മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ എസ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? ആ എസ് ആഡ് ചെയ്യുമ്പോൾ ചിലർക്ക് ഡൗട്ട് വരും, ഇത് പ്ലൂറൽ ആണോ എന്ന് ഡൗട്ട് വരും. സോ അത് പ്ലൂറൽ അല്ല, അത് സിംഗുലർ ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് പ്ലൂറല്? ഇപ്പോ ഒരുപാട് വേർഡ്സ് നമുക്ക് ചിലതൊക്കെ എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാല് പ്ലൂറൽ ഫോം കിട്ടും അല്ലെ? ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ ടോയിനെ പ്ലൂറൽ ആക്കാനായിട്ട് ടോയ്സ് എന്ന് ചേർത്താൽ മതി. ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ നമുക്ക് എന്ത് വേർഡ് ആണെങ്കിലും നമുക്കൊരു കള്ള് അല്ലെ, കള്ള് എന്ന് ചേർത്ത് കഴിഞ്ഞാല് അതിന്റെ പ്ലൂറൽ കിട്ടും. ഇപ്പോ ആൺകുട്ടി ആണെങ്കിൽ ആൺകുട്ടികൾ, കുട്ടിയാണെങ്കിൽ കുട്ടികൾ, മനസ്സിലായോ? അപ്പൊ കള്ള് എന്ന് പറയുന്ന ഒരു വേർഡ് ചേർത്ത് കഴിഞ്ഞാല് നമുക്ക് അതിന്റെ എല്ലാ വേർഡ്സിന്റെയും പ്ലൂറൽ കിട്ടും മലയാളത്തിലാണെങ്കിൽ. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഇംഗ്ലീഷ് എല്ലാത്തിനെയും കൂടെ എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിന്റെ പ്ലൂറൽ ഫോം കിട്ടില്ല. ഓക്കെ, സോ ഇത് ഇങ്ങോട്ട് നോക്കൂ, നമ്മുടെ സ്ക്രീനിൽ നോക്കാം. കുറച്ച് വേർഡ്സ്, ഗേള് കണ്ടോ, ഇതെല്ലാം എസ് ആഡ് ചെയ്ത് വരുന്ന വേർഡ്സ് ആണ്. ഇപ്പൊ ഗേളിന്റെ കൂടെയും ബോയുടെ കൂടെയൊക്കെ നമുക്ക് എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാല് എന്താണ് അതിന്റെ പ്ലൂറൽ കിട്ടും.
അത് എങ്ങനെയാണ് അത് പ്ലൂറൽ ആകുന്നത് അതിനെ കുറിച്ചൊരു റൂൾ ഉണ്ട്. അതായത് ഇപ്പൊ ഗേൾ, സ്റ്റുഡന്റ്, ട്രീ ഇതിന്റെ കൂടെ എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പ്ലൂറൽ ഫോം കിട്ടും. ഓക്കെ, പക്ഷേ മാംഗോ മാംഗോ എങ്ങനെയാണ്? മാംഗോന്റെ കൂടെ വെറുതെ ഒരു എസ് ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ പ്ലൂറൽ കിട്ടോ? ഇല്ല, കിട്ടത്തില്ല. ES ചേർക്കണം. ബേബി ആണെങ്കിലോ IES ചേർക്കണം. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇത് പ്ലൂറൽ ആകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ കാണുന്ന വേർഡ് ഇതെല്ലാം ഇത് കൂടുതൽ വേർഡ്സ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കുറച്ച് മാത്രം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിന്റെ ഈ വേർഡ്സിന്റെ കൂടെ എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്ലൂറൽ ഫോം കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു സെക്ഷൻ S, Z, X, CH and SH. ഒരു വേർഡില് S, Z, X, CH and SH എന്ന് പറയുന്ന ലെറ്റർ വെച്ച് അവസാനിക്കുന്നുണ്ടെങ്കിൽ എൻഡിങ് ലെറ്റർ വേർഡില് SO, ZO, XO, CHO, SHO ആണെങ്കിൽ നമ്മള് അത് പ്ലൂറലാക്കാനായിട്ട് ES ആഡ് ചെയ്യണം. ബസ്സില് എസ് ആണ് അവസാനിക്കുന്നത് അല്ലെ, എനിക്ക് ലെറ്റർ എന്ന് പറയുന്നത് എസ് ആണ്. സോ ബസ്സിനെ പ്ലൂറലാക്കണമെങ്കിൽ നമ്മൾ എന്താ ആഡ് ചെയ്യണം? വെറും എസ് ആഡ് ചെയ്തിട്ട് കാര്യമില്ല. ബസ്സസ് അല്ലെ, ES ആഡ് ചെയ്യണം. ബസ്സസ്. അതുപോലെ തന്നെയാണ് എക്സിൽ അവസാനിക്കുന്ന എക്സ് എന്ന് പറയുന്ന ലെറ്ററിൽ അവസാനിക്കുന്ന വേർഡിനെ പ്ലൂറലാക്കണമെങ്കിൽ നമ്മൾ ES ആഡ് ചെയ്താലാണ് അതിന് പ്ലൂറലാവാം അല്ലെ. ബോക്സ് എന്ന് പറയുന്നത് ബോക്സസ് ആയിരിക്കണം, ES ആഡ് ചെയ്യണം. അതുപോലെ തന്നെയാണ് ടാക്സ്, ടാക്സസ്. ഇനി ചേർച്ച് CH ആണ് അല്ലെ, എൻഡിൽ വെച്ച് CH ആണ് വന്നിരിക്കുന്നത്. സോ CH ആയതുകൊണ്ട് നമ്മൾ ES ആഡ് ചെയ്താലാണ് അതിന് പ്ലൂറൽ ഫോം കിട്ടുക. അല്ലാതെ വെറുതെ S ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേർഡ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പൊ ചേർച്ച് എന്ന് പറയുന്നത് ചേർച്ചസ് ആണ്. ഡിഷ് SH ആണ് അതിന്റെ ലെറ്റർ. സോ ES ആഡ് ചെയ്താലാണ് അതിന്റെ എന്താണ് പ്ലൂറൽ ഫോം കിട്ടുക. സോ ഡിഷ് എന്ന് പറയുന്നത് ഡിഷസ് ആണ്. ദെൻ ഗ്ലാസ് എന്ന് പറയുന്നത് ഗ്ലാസസ് ആണ്. ഓക്കെ, ലഞ്ച്, ലഞ്ചസ്, വാച്ച്, വാച്ചസ്, ഫോക്സ്, ഫോക്സസ്, ബെഞ്ച്, ബെഞ്ചസ്, ബ്രാഞ്ച്, ബ്രാഞ്ചസ്, സ്വിച്ച്, സ്വിച്ചസ്. ഓക്കെ, സോ ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. കുറച്ച് വേർഡ്സ് മാത്രമേ ഞാൻ അവിടെ തന്നിട്ടുള്ളൂ. ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഓക്കെ, അതിനെല്ലാരും എൻഡ് ലെറ്റർ എസ് ആണോ, എക്സ് ആണോ, CH ആണോ എന്നൊക്കെ നോക്കാം. ഓക്കെ, ഇവിടെ ഓക്സൺ ആണെന്ന് ചോദിച്ചു അല്ലെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി അടുത്തത് ബേബി. ബേബി എന്ന് പറയുമ്പോൾ IES ആഡ് ചെയ്താലാണ് അതിന് പ്ലൂറൽ കിട്ടുക അല്ലെ. അപ്പോ കോൺസണന്റ് സൗണ്ടിന്റെ കൂടെ Y വന്നാല്, അതായത് കോൺസണന്റ് ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ ABCD ഒക്കെയാണ് എന്ന് പറയുന്നത്. AEIO ഒഴിച്ച് ബാക്കി എല്ലാ അക്ഷരങ്ങളും AEIO ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും കോൺസണന്റ് സൗണ്ട്സ് ആണ്, കോൺസണന്റ് ലെറ്റേഴ്സ് ആണ്. സോ കോൺസണന്റ് ലെറ്റേഴ്സിന്റെ കൂടെ Y വന്നാല് അതിന്റെ പ്ലൂറൽ ആക്കണമെങ്കിൽ IES ആഡ് ചെയ്യണം. ഇവിടെ ബേബി എന്ന് പറയുന്നു, B എന്ന് പറയുന്നത് കോൺസണന്റ് ലെറ്റർ ആണ്, അതിനുശേഷം വന്നിരിക്കുന്നത് Y ആണ്. സോ നമ്മൾ അങ്ങനെ വരുന്ന ലെറ്റേഴ്സ് ഒക്കെ പ്ലൂറൽ ആക്കണമെങ്കിൽ IES ആഡ് ചെയ്യണം. പപ്പി, P കഴിഞ്ഞിട്ടാണ് Y വന്നത് അല്ലെ, കോൺസണന്റിന് ശേഷമാണ് Y വന്നത്. സോ യു ക്യാൻ യൂസ് ദ IES. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് അതിനെ പ്ലൂറൽ കിട്ടുള്ളൂ. അപ്പോ എല്ലാ വരിയിലും അവസാനിക്കുന്ന വേർഡ്സിന്റെ കൂടെയും IES ആഡ് ചെയ്യാൻ പാടില്ല. ഒന്നും കൂടെ പറയുക. നമുക്ക് കോൺസണന്റ് ഇവിടെ സ്ട്രക്ചർ നോക്കാം. കോൺസണന്റ് പ്ലസ് Y വന്നാല് ആഡ് EIES എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. കോൺസണന്റ് എന്ന് പറഞ്ഞു AEIOU എന്ന് പറയുന്ന വൊവൽസ് ഒഴികെ ഉള്ള എല്ലാ ലെറ്റേഴ്സും കോൺസണന്റ് ആണ്. ഓക്കെ, അപ്പൊ കോൺസണന്റ് സൗണ്ടിന്റെ കൂടെ Y എന്ന് പറയുന്ന ലെറ്റർ വരുമ്പോ നമ്മൾ അതിന് പ്ലൂറൽ കിട്ടണമെങ്കിൽ IES.
എല്ലാ Anisha, അക്ഷരങ്ങളും ഉണ്ട്. unmute yourself. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? Yeah. അതായത് വൊവൽ സൗണ്ടിൽ എൻഡ് ചെയ്യാത്ത ഏത് വേർഡ്സിന്റെയും ലാസ്റ്റ് വൈ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ IES ആഡ് ചെയ്യണം എന്നാണോ? അതെ, വൊവൽ സൗണ്ട് അല്ലാതെ വരുന്ന എല്ലാതിന്റെ കൂടെയും വൈ വന്നാല് IES ആഡ് ചെയ്യും. എന്നാലേ പ്ലൂരൽ കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? വൈക്ക് തൊട്ട് മുമ്പുള്ള ലെറ്ററാണോ കോൺസണന്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? തൊട്ട് മുന്നത് കോൺസണന്റ് ലെറ്റർ ആണെങ്കിൽ നമ്മൾ IES ആഡ് ചെയ്താലാണ് ആ വേർഡിന്റെ പ്ലൂരൽ കിട്ടുക. മാം ഒരു എക്സാമ്പിൾ ബോയ് ബോയ്സ്, അതില് അത് മറ്റേ എസ് മാത്രല്ലേ വരുന്നുള്ളൂ. അതായത് അതിന്റെ ഓ മറ്റേ വവ്വലുള്ളത് കൊണ്ടാണോ അങ്ങനെ പറഞ്ഞത്? അതിലേക്ക് വരാം. അപ്പൊ ഇത് ക്ലിയർ ആണോ? അത് ക്ലിയർ ആവേ. അപ്പൊ കോൺസണന്റ് കൂടെ വൈ വരുമ്പോ IES ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി വവലിന്റെ കൂടെ വൈ വരുമ്പോ എസ് ആഡ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഓക്കെ മാം. ബോയ് ബോയ്സ്, ടോയ് ടോയ്സ് ആണ്. അപ്പൊ കോൺസണന്റിന്റെ കൂടെ വൈ വരുമ്പോ IES ആഡ് ചെയ്യണം, വവലിന്റെ കൂടെ വൈ വരുമ്പോ എസ് ആഡ് ചെയ്യണം. യെസ് മാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എഫിലോ FEയിലോ അവസാനിക്കുന്നതിന് വേർഡിന്റെ പ്ലൂറൽ കിട്ടാനായിട്ട് നമ്മൾ VES ആണ് ആഡ് ചെയ്യേണ്ടത്. അതായത് നൈഫ്, വൈഫ്, ലീഫ് ഇതെല്ലാം എഫിലും FEയിലും ആണ് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് പ്ലൂറൽ കിട്ടാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഈ എഫും FEയും അവിടെ നിന്ന് മാറ്റിയിട്ട് അതിന് പകരം നമ്മൾ VES ആഡ് ചെയ്യണം. ഓക്കെ, വൈഫ് എന്ന് പറയുന്നത് വൈറ്റ്സ് ആകും, നൈഫ് എന്ന് പറയുന്നത് നൈഫ്സ് ആകും, ലീഫ് ലീഫ്സ്, ലൈഫ് ലീഫ്സ്. ഓക്കെ, ക്ലിയർ ആയോ? എഫിനും FEയും അവസാനിക്കുന്ന ലെറ്റേഴ്സ് വരുന്ന വേർഡില് VES ആഡ് ചെയ്യുമ്പോഴാണ് അത് പ്ലൂറൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് എക്സെപ്ഷൻ. എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇതും എഫിൽ അവസാനിക്കുന്നതാണ്, റൂഫ് എഫിൽ അവസാനിക്കുന്നതാണ്, ബീഫ് എഫിൽ അവസാനിക്കുന്നതാണ്, ഷെഫ് അതും എഫിൽ അവസാനിക്കുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മൾ എസ് ആഡ് ചെയ്താലാണ് അതിന്റെ പ്ലൂറൽ കിട്ടുക. ഇത് എക്സെപ്ഷൻ ആണ്, ഒഴിവാക്കപ്പെട്ട വാക്കുകളാണ്, ഇംഗ്ലീഷിൽ ഒഴിവാക്കപ്പെട്ട വാക്കുകളാണ്. ഇത് എന്തുകൊണ്ടാണ് ഇതിന്റെ കൂടെ എസ് വന്നതെന്ന് ചോദിച്ചാല് ആർക്കും അറിയില്ല. ഇതിനെ നമ്മൾ എക്സെപ്ഷൻസ് വേർഡ് എന്നാണ് പറയാം. ഓക്കെ, ഇവിടേക്ക് നമുക്ക് എന്തുകൊണ്ടാണ് ഇവിടെ VES ആഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് റീസൺ ഉണ്ട്. കാരണം എഫിലും FEയിലും അവസാനിക്കുന്നത് കൊണ്ടാണ് നമ്മൾ VES ആഡ് ചെയ്തതെന്ന് നമുക്ക് ഇവിടെ പറയാം. പക്ഷേ ഈ എക്സെപ്ഷനിൽ അങ്ങനെ റീസൺ ഒന്നും പറയാനില്ല, കാരണം ഒഴിവാക്കപ്പെട്ട കുറച്ച് വാക്കുകളാണ്. ഇതേപോലെ ഒഴിവാക്കപ്പെട്ട ഒരുപാട് വേർഡ്സുകൾ നമുക്കുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതിൽ കുറച്ചാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. റൂഫ് റൂഫ്സ് ആണ്, ഇവിടെ എസ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എക്സെപ്ഷൻസ് നിങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കണം, നല്ലതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ മറ്റു കാര്യം ചോദിച്ചോട്ടെ? കൂടി പറഞ്ഞുതരുമോ എക്സെപ്ഷൻസ്? അതും പറയണത് മുകളിലുള്ളത്, അതായത് മുകളിലുള്ളതിൽ നമ്മൾ F ലാസ്റ്റ് വരുമ്പോഴും VES ചേർക്കണം. എക്സ്പെൻസീസിലും F വരുമ്പോ ലാസ്റ്റ് നമ്മൾ X മതി ചേർക്കാം. അതായത് നമ്മൾ എങ്ങനെയത് ഡിഫറൻറ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്? അങ്ങനെ മനസ്സിലാക്കുന്നത് എക്സെപ്ഷൻസ് വേർഡ്സ് നിങ്ങൾക്ക് കുറെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതുപോലെ ഒരുപാട് വേർഡ്സ് ഉണ്ട്. എക്സെപ്ഷൻ എന്ന് പറയാം, എക്സെപ്ഷൻസ് എന്ന് പറയുന്ന മീനിങ് ഒഴിവാക്കപ്പെട്ടാൽ എന്നാണ്. അതായത് ഒഴിവാക്കിയ വാക്കുകളാണ്, ഇംഗ്ലീഷിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട വാക്കുകളാണ്. അതായത് ഇതിന് റൂൾസ് ഒന്നുമില്ല, എന്തുകൊണ്ടാണ് റെസ്റ്റ് ആഡ് ചെയ്തതിനൊന്നും റൂൾസ് ഒന്നുമില്ല. ആ വാക്കുകൾ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ക്ലൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിന് പ്രത്യേകിച്ച് പറയുന്നത് വെച്ചാൽ എക്സെപ്ഷൻസ് വേർഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന് പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല. ഓൾറെഡി നമുക്ക് അറിയാവുന്ന വേർഡ്സ് തന്നെയാണ്, നമ്മൾ ഓൾറെഡി പഠിച്ച വേർഡ്സ് ആണ്. എക്സെപ്ഷൻസ് ബൈഹാർട്ട് ചെയ്യാമോ? ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കുറേയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന വേർഡുകളാണ്. പക്ഷെ ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയതേ ഉള്ളൂ. ഇപ്പൊ ഞാനിത് മാറ്റി വെച്ചിട്ട് ഇതിപ്പോ വേണ്ടെന്ന് വെക്കാം, നോക്കണ്ട. ഞാനിപ്പോ കുറച്ച് വാക്ക് ചോദിച്ചാല് നിങ്ങൾ അതിന്റെ പ്ലൂറിൽ കാണും, അത് തെറ്റാണോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് പ്ലൂറിൽ അറിയോ ഇല്ലയോ. ഓക്കെ,
Okay, ma'am. ഞാൻ കുറച്ച് വേർഡ് പറയും, നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ചെയ്യാം, പറയണമെങ്കിൽ പറയും. ഓക്കെ, ദാറ്റ്സ് യുവർ വിഷ്. എക്സാമ്പിൾ വേർഡ് ഫോക്സ്. ഫോക്സ്. Fox. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യും. Yes. 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 Foxes ആണ്. Yeah. Foxes. Copy. ESP. IES. Copies. IES. IES Yeah. ആണ് മാം. Yeah. Officers. Copy Officers. ആണ്. C ആണ്. C. Copy. Copy. IES. ഇനി yourself. Yourself. Yes. Yes. IBES. Yourself. അറിയുന്നു കേൾക്കട്ടെ. yourself. Correct ആണ്. VS ആണ്. Okay, correct ആണ്. Staff. Staff. മേലില്ല. Yes മാത്രം. മാത്രം. Yes. Yes മാത്രം വരും. Potato. Yes. Toes. ES. Yes. Yes. അത് ഒഴിവാക്കപ്പെട്ടല്ലേ മാം? നിങ്ങളതിന്റെ പ്ലൂറൽ മാത്രം എഴുതാം. ഓക്കെ, പൊട്ടറ്റോ. മിസ്റ്റേക്ക് ആണ് ഞാൻ പറയാം. Potato. Yes. ES ആണ് മാം. ഫോട്ടോ. Photo. Yes. Yes. Yes മാത്രം. Photo. Yes. ഫോട്ടോ. പിയാനോ. 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 Yes മാത്രം. Piano. Yes മാത്രം. Yes. ടൊമാറ്റോ. Tomatoes. Yes. 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 ES. Yes. Yes, sir. ടൊമാറ്റോ വരട്ടെ. ടൊമാറ്റോ. Yes. Tomatoes. ES. ES. Yes. ശരിയാണോന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. Correct ചെയ്യുമോ? ഒന്ന് correct ശരിയാണ്. ചെയ്യ്. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം പറയാന്ന് വിചാരിച്ചാ. കറക്റ്റ് ആണ്. Thank you. Thank you. പിയാനോ ES ഏതാ മാം? പിയാനോ ഒരു കൺഫ്യൂഷൻ വന്നത്. പിയാനോ. പിയാനോ കൺഫ്യൂഷൻ പറയാം. ടൊമാറ്റോ കിട്ടി. ഇനി വീഡിയോ. വീഡിയോ. ES. ES. Yes. Yes. S ആണ് മാം. S. ഓക്കെ ആണോ? പറയും, ഞാൻ പറയാം. വീഡിയോ. Yes. Yes പറഞ്ഞ് പറയട്ടെ. Yes പറയുന്നു. Yes. ഹീറോ. 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 Hero. Yes ma'am. Yes. Hero. Yes. Heroes. Yes. Heroes. Yes അല്ലേ? Heroes.
ഹീറോസ് അറിയത്തില്ല. ഹീറോസ് ES ആണ്. ES. ES ആണ് ES. പറയുന്ന മാം കറക്റ്റ് ചെയ്യും. റേഡിയോ. 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 SS. റേഡിയോ. അറിയില്ല. റേഡിയസ് മാത്രം. S ആണ്. ബിലീഫ്. ബിലീഫ്. എന്ത് മാം? VES. VES. ബിലീഫ്. ബിലീഫ്. BES ആണ് മാം. ബിലീഫാ. ബിലീവ്സ്. BES. എസ് ആണോ? ബിലീഫ് അല്ലേ? ബിലീഫ് അല്ല കേട്ടോ. ബിലീഫ്. BELIEF. അത് ബിലീവ്. അതും BES തന്നെയാണ് മാം. മാം പറഞ്ഞേക്കണ ഇപ്പൊ. ES ചേർക്കണം. ശരിയാണോ? ബിലീഫ്. ES. Okay. Next. Safe. Safe. സേഫാ. സേഫ്. എസ് Yes ആണ് മാം. എസ് എസ് VES. Okay. മതി മതി. പറഞ്ഞുതരാം. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടാണോ പറയുന്നത്? പഠിച്ച പരിചയം പറയുന്ന പോലെ പറയാ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? ഞാനൊന്നും അറിയാവുന്നതാണ്. ഞാൻ ഇവിടെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്കുള്ള വന്ന ഡൗട്ട്സ് ആണ്. ക്ലിയർ ആയോ? ഇത് എക്സെപ്ഷൻ വേർഡ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, എക്സെപ്ഷൻസ് ഉണ്ട്, അല്ലാത്ത വേർഡ്സും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാരും അറിയാം. മനസ്സിലായോ? ഓക്കെ. ഇനിയിപ്പോ എന്താണ് എക്സെപ്ഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മനസ്സിലായത് എക്സെപ്ഷൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ പണ്ട് തുടങ്ങി പഠിച്ച കാര്യങ്ങളാണ്. അതെല്ലാം പ്രോഗ്രാംസ് അറിയാം. ഞാനത് എക്സെപ്ഷൻ ആണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഉണ്ടായ കൺഫ്യൂഷൻ ആണ് ഇപ്പൊ ചോദിച്ചതിനോട്. ഓക്കെ. ഇനി ബിലീഫ്. പിയാനോ ഒക്കെ പറയാം. ബിലീഫ്. ബിലീഫ്. ഈ ബിലീഫ് ആണ് കേട്ടോ. ബിലീഫ് ബിലീഫ്സ് ആണ്. നിങ്ങൾ പറഞ്ഞ ബിലീഫ്സിന്റെ മീനിങ് എന്താണ് നോക്കാം. ഈ ബിലീഫ് എന്ന് പറയുന്ന മീനിങ് എന്താണ്? വിശ്വാസമാണ് അല്ലെ? വിശ്വാസം. ഇനി നിങ്ങൾ പറഞ്ഞ BS ആണെങ്കിലോ? വിശ്വസിക്കും. എന്താ ക്ലിയർ ആയില്ല. ബിലീഫ്. ബിലീഫ് സ്ക്രീനിലോട്ട് നോക്കുന്ന ബിലീഫിന്റെ മീനിങ് വിശ്വാസം എന്നാണ്. അതിന്റെ പ്ലൂറിൽ എന്താ വരാ? മലയാളത്തിൽ പ്ലൂറിൽ എന്താ വരാ? വിശ്വാസം. വിശ്വാസങ്ങൾ. വിശ്വാസങ്ങൾ അല്ലെ? വിശ്വാസങ്ങളാണ്. അപ്പോ ബിലീഫ് S ആഡ് ചെയ്താൽ അതിന്റെ പ്ലൂറിൽ കിട്ടും. ബിലീഫ്സ് ആണ്. നിങ്ങൾ കുറച്ചുപേര് BES ആഡ് ചെയ്തു അല്ലെ? അതിന്റെ മീനിങ് എന്താണ്? അത് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് അല്ലെ? ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. I believe you. അത് ബിലീവ് ആണ്. ഓക്കെ. ബിലീവിന്റെ പ്ലൂറിലാണ് ബിലീവ്സ് എന്ന് പറയുന്നത്. ബിലീവ് ഈ വെറും മെസ്സ് ആഡ് ചെയ്താലും അതിന്റെ പ്ലൂറിൽ കിട്ടും. ക്ലിയർ ആയോ? ബിലീവ് എന്ന് പറയുന്ന വാക്ക് അത് പ്ലൂറിൽ എന്ന് പറയാൻ കാരണം ബിലീവ് എന്ന് പറയുന്നത് വിശ്വസിക്കുന്നു എന്നാണ്. ഐ ബിലീവ് യു. സിംഗുലർ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ് ബിലീവ് യൂസ് ചെയ്യുക. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ വരുമ്പോഴാണ് ബിലീവ്സ് യൂസ് ചെയ്യുക. അതിന് പ്ലൂറലും സിംഗുലർ ഒന്നും ഇല്ല. മനസ്സിലായോ? വിശ്വസിക്കുന്നു എന്ന് പറയുന്ന വാക്ക് ബിലീവ് നമ്മളെ വെർബായിട്ടും നൗണായിട്ടും ഉപയോഗിക്കൂലേ മാം? വെർബായിട്ടും നൗണായിട്ടും യൂസ് ചെയ്യല്ലോ. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ പറയാവുന്നതാണ്. പക്ഷെ ആ ബിലീവ്സ് ആയിട്ട് മാറുന്നത് സബ്ജക്റ്റ് മാറുമ്പോഴാണ് ബിലീവ് ബിലീവ്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്.
കൺഫ്യൂഷനായി കൺഫ്യൂഷനൊക്കെ അവിടെ നിൽക്കട്ടെ. സബ്ജക്റ്റിന്റെ കാര്യം നമ്മൾ പിന്നീട് വെറുതെ പഠിക്കുമ്പോ ഒക്കെ പഠിപ്പിച്ചു തരാം. അത് വിട്ടേക്കൂ, പഠിക്കുമ്പോൾ പഠിക്കാം. ഇപ്പോ അത് കൺഫ്യൂഷൻ വരും, ഞാനത് പറഞ്ഞത് കൺഫ്യൂഷൻ വരും, വിട്ടേക്കൂ. ഓക്കെ, നമുക്കത് പഠിക്കാൻ വരുന്നുണ്ട്, ആ സമയത്ത് പഠിക്കാം. ഓക്കെ, പ്ലൂറൽ എങ്ങനെയാണ്? ക്ലിയർ ആയോ? കുറച്ച് ക്ലിയർ ആയോ? പിയാനോ എന്ന് പറയുന്നത് ഒരു എസ് ആണ് ആഡ് ചെയ്യുന്നത്. അതൊരു എക്സെപ്ഷൻ വേർഡ് ആണ് പിയാനോ എന്ന് പറയുന്നത്. എസ് ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ റൂഫ്, എഫിന്റെ എക്സെപ്ഷൻ വേർഡ്സ് ഇതൊക്കെയാണ്. കുറച്ചുകൂടി ഉണ്ടാകും, നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് കിട്ടും. ഇനി ഇവിടെ നോക്കൂ, കൺസണന്റിന്റെ കൂടെ ഓ വന്നാൽ ഇ എസ് ആഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ചെയ്താണ്. പൊട്ടറ്റോ, ടൊമാറ്റോ, ഹീറോ, മാംഗോ, ഇതൊക്കെ നിങ്ങൾ ഇ എസ് ആഡ് ചെയ്തിട്ടാണ് എന്നോട് പറഞ്ഞത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? ഓക്കെ, അതിന്റെ എക്സെപ്ഷൻ വേർഡ് ആണ് ഈ പിയാനോ, ഫോട്ടോ, ലോഗോ, മൊമെന്റോ ഒക്കെ. അതും നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്നോട് പറഞ്ഞു. പിയാനോ പിയാനോസ് ആണ്, കുറച്ചു പേരൊക്കെ പറഞ്ഞു, എസ് ആഡ് ചെയ്ത് പറഞ്ഞു. ഫോട്ടോ ഫോട്ടോസ് ആണ് അല്ലേ? അതുപോലെ തന്നെ വീഡിയോ, വീഡിയോ എങ്ങനെയാണ് സ്പെല്ലിംഗ് വരാം? എസ് മാത്രം വരും. അത് വരെ സംശയമാണോ? ഇല്ല, സംശയമില്ല. എസ് മാത്രം. എസ് ആണ് വരാം. അതും ഒരു എക്സെപ്ഷൻ വേർഡ് അല്ലേ അപ്പോ, അല്ലേ? ഇനി ഇവിടെ നോക്കാം, എൻഡ് ലെറ്റർ കൂടെ ഓ വന്നാല് വൊവൽ. ഇവിടെ നമ്മൾ കോൺസെന്റിന്റെ കൂടെ ഓ വരുമ്പോഴാണ് ഇ എസ് ആഡ് ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ വൊവലിന്റെ കൂടെ ഓ വന്നാൽ നമുക്ക് എസ് ആഡ് ചെയ്യാം. അതിന് എക്സാമ്പിൾസ് ആണ് ഈ വീഡിയോ, റേഡിയോ, സൂ, സ്റ്റീരിയോ, കാങ്കരു, ഇതൊക്കെ എസ് ആഡ് ചെയ്യാം. കാരണം ഓ എൻഡ് ലെറ്റർ നമ്മുടെ വൊവലിന്റെ കൂടെ ഓ വരുമ്പോഴാണ്. ഐ എന്ന് പറയുന്ന വൊവലാണ്, അതിന്റെ കൂടെയാണ് ഓ വന്നിരിക്കുന്നത്. സോ റേഡിയോസ് എന്ന് പറയാം, എസ് ആഡ് ചെയ്യുന്നു. വീഡിയോ വീഡിയോസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയെങ്കിൽ നിങ്ങൾ എല്ലാത്തിന്റെയും പ്ലൂറൽ പഠിച്ചേക്കാം. അതാണ് കുറച്ചുകൂടി സിമ്പിൾ. ഓക്കെ, ഞാൻ വന്ന വഴി പറഞ്ഞേ ഉള്ളൂ. വന്ന വഴി പഠിക്കാൻ കുറച്ചൊരു ടഫായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ വേർഡിന്റെയും പ്ലൂറൽ പഠിച്ചു വെക്കും. ഓക്കെ, അതാണ് സിമ്പിൾ. ക്ലിയർ ആയോ? ഇനി ഇത് ഞാൻ നോട്ട് തരുമ്പോ നന്നായിട്ട് വായിക്കാം. നോട്ട് കിട്ടുമ്പോ നിങ്ങൾക്കത് മനസ്സിലായിക്കോളും. നിങ്ങൾ വായിക്കുമ്പോ നിങ്ങൾക്കത് മനസ്സിലാവും. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ഞാൻ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ്, ഇതിപ്പോ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? എസ് ആഡ് ചെയ്യാൻ പഠിച്ചു, ഐ എസ് ആഡ് ചെയ്യാൻ പഠിച്ചു അല്ലെ? ഇ എസ് അതൊക്കെ എങ്ങനെയാണ്? എസ്, ഇസഡ്, എക്സ്, സി എച്ച്, എസ് എച്ച് വരുന്ന എൻഡ് ലെറ്റർ വരുന്ന വേർഡ് ആണെങ്കിൽ നമ്മൾ ഇ എസ് ആഡ് ചെയ്യണം. ഓക്കെ, എസ്, ഇസഡ്, എക്സ്, സി എച്ച്, എസ് എച്ച് എൻഡ് ലെറ്റർ വരുമ്പോൾ നമ്മൾ ഇ എസ് ആഡ് ചെയ്യണം. ഇനി കോൺസെന്റിന്റെ കൂടെ വൈ വരാണെങ്കിൽ ഐ ഇ എസ് ആഡ് ചെയ്യണം. കോൺസെന്റിന്റെ കൂടെ വൈ വരാണെങ്കിൽ ഐ ഇ എസ് ആഡ് ചെയ്യണം. ഇനി വൊവലിന്റെ കൂടെ വൈ വരാണെങ്കിലോ എസ് ആഡ് ചെയ്യണം. എസ് ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. വൊവലിന്റെ കൂടെ വൈ വന്നാൽ എസ് ആഡ് ചെയ്യണം. ഇനി എഫ് ഒ എഫ് ഇ ഒ കൂടെ വന്നാൽ എന്ത് ആഡ് ചെയ്യണം? വി ഇ എസ് ആഡ് ചെയ്യണം. നെക്സ്റ്റ്, കോൺസെന്റിന്റെ കൂടെ ഓ വന്നാൽ എന്ത് ആഡ് ചെയ്യണം? എസ് ആഡ് ചെയ്യണം. അല്ലല്ല, ഇ എസ് ആഡ് ചെയ്യണം. കോൺസെന്റിന്റെ കൂടെ ഓ വന്നാലും ഇ എസ് ആഡ് ചെയ്യണം. വൊവലിന്റെ കൂടെ ഓ വരാണെങ്കിലോ എസ് ആഡ് ചെയ്യണം. എസ് ആഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്. ഓക്കെ, ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലൂറൽ ഉണ്ട്. ഒരു ബന്ധവും ഇല്ലാത്ത പ്ലൂറൽ ഉണ്ട്. എക്സാമ്പിൾ ആണ് വുമൻ, വിമൻ. സ്പെല്ലിംഗ് മാത്രമേ വ്യത്യാസം വരുള്ളൂ, അവിടെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പെല്ലിംഗ് ആണ് അവിടെ കറക്റ്റ് ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, വുമൻ, വിമൻ, മാൻ, മാൻ, ചൈൽഡ്, ചിൽഡ്രൻ. ചിൽഡ്രന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അവിടെ കുട്ടികൾ കളിക്കുന്നു എന്നെങ്ങനെയാ പറയാ? കളിക്കുകയാണ്, കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെയാ പറയാ?
Children. The children are playing. Children are playing. Children are playing. ചിൽഡ്രൻ കുട്ടികള് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. Children are playing. Children are playing. Children are playing. വരൂലല്ലോ അറിയാൻ വയ്യ. പറയട്ടെ എല്ലാവരും പറയട്ടെ. ടെക്സ്റ്റ് ചെയ്യും എല്ലാവരും. Children are playing there. For that. Doubt. Children are playing. Yeah. Children plural ആണല്ലോ. മിസ്റ്റേക്ക് ആണ്. നമ്മള് പണ്ട് മുതലേ പഠിച്ചു വന്ന കാര്യമാണ് ചിൽഡ്രൻസ് അല്ലെ. ചിൽഡ്രൻസ് എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ആണ്. ഒരിക്കലും ചിൽഡ്രൻസ് എന്ന് പറയരുത്. ഓക്കെ, കാരണം ചൈൽഡിന്റെ പ്ലൂറലാണ് ചിൽഡ്രൻ. ഓക്കെ, പിന്നെയും അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഓൾറെഡി അത് പ്ലൂറലാണ്. ചിൽഡ്രൻ എന്ന് പറയുന്ന വാക്ക് ഓൾറെഡി പ്ലൂറലാണ്. പിന്നെയും അതിന്റെ കൂടെ എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാക്ക് മിസ്റ്റേക്ക് ആണ്. മനസ്സിലായോ? ചൈൽഡ് എന്ന് പറയുന്നത് കുട്ടി എന്നാണ് അല്ലെ. ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ കുട്ടികളാണ്. അപ്പോ ചൈൽഡിന്റെ പ്ലൂറിലാണ് ചിൽഡ്രൻ. ഓൾറെഡി ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറിലാണ്. പിന്നെയും നമ്മൾ അതിന്റെ കൂടെ എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് മിസ്റ്റേക്ക് ആണ്. ഒരിക്കലും ആ മിസ്റ്റേക്ക് ഇനി ചെയ്യരുത്. ഓക്കെ, നമ്മൾ പണ്ട് മുതലേ അങ്ങനെ പറഞ്ഞ് ശീലിച്ചത് കൊണ്ടാണ് ചിൽഡ്രൻസ് ആർ പ്ലേയിങ് എന്ന് പറഞ്ഞത് കൊണ്ടാണ്. കറക്റ്റ് ചിൽഡ്രൻ പ്ലേയിങ് എന്നാണ്. ഓക്കെ, ചിൽഡ്രൻ ആർ പ്ലേയിങ്. പിന്നെ കുറച്ച് പേര് അപ്പോസ്ട്രോഫി എസ് ഇട്ടു. ഈ അപ്പോസ്ട്രോഫി എസ് എന്ന് പറയുന്നത് ഒരിക്കലും പ്ലൂറൽ അല്ല. അപ്പോസ്ട്രോഫി എസ് എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ആണ്, അത് പ്ലൂറൽ അല്ല. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചു. നമ്മൾ ചിൽഡ്രൻ ചിൽഡ്രൻസ് ഡേ അവരുടെ അവന്റെ അവരുടെ വരുന്നതല്ലേ ആണ്. ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. പക്ഷേ അത് എഴുതുമ്പോ വ്യത്യാസമുണ്ട്. കുട്ടികളുടെ ദിനം എന്നാണ് മീനിങ് വരാൻ. കുട്ടികളുടെ എന്ന് പറയുമ്പോ ചിൽഡ്രന്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് ആണ് വരുന്നത്, അല്ലാതെ ഒരുമിച്ച് എസ് അല്ല ഇടുന്നത്. ഓക്കെ, എന്തിന്റെ കൂടെയും അപ്പോസ്ട്രോഫി എസ് ഇടുന്നത് അവളുടെ അവരുടെ എന്നൊക്കെ പറയാനാണ്. കുട്ടികളുടെ എന്ന് പറയുമ്പോൾ ചിൽഡ്രൻസ് അപ്പോസ്ട്രോഫി എസ്, അതാണ് ചിൽഡ്രൻസ് ഡേ. അല്ലാതെ ഒന്നിച്ച് എസ് വരുന്നതല്ല. ഓക്കെ, ഇനി മെൻസ് കുറച്ച് പേര് പറയുന്നതാണ് മെൻസ്. മെൻസ് മെൻസ് ഒരിക്കലും പ്ലൂറലല്ല. എന്താണ്? പുരുഷനാണ് അല്ലെ. അപ്പൊ പുരുഷന്മാരുടെ എന്ന് പറയുമ്പോ എങ്ങനെ പറയാം? Men apostrophe yes. Men apostrophe എസ് ആണ് വരാൻ. വുമൺ ആണെങ്കിലോ സ്ത്രീകളുടെ എന്ന് പറയണമെങ്കിൽ വുമൺ അപ്പോസ്ട്രോഫി എസ് ഇടണം. ഇങ്ങനെയാണ് അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യുക. ഓക്കെ, അതായത് അവരുടെ എന്നാണ് കാണിക്കുക. മെൻസ് പുരുഷന്മാരുടെ, വുമൻസ് സ്ത്രീകളുടെ, ചിൽഡ്രൻസ് കുട്ടികളുടെ ഒക്കെയാ പറയാ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോ ചിൽഡ്രൻ എന്ന് പറയുന്ന പ്ലൂറൽ ആണ്, അതിന്റെ കൂടെ സ്റ്റാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോസ്ട്രോഫി എസ് ആണെങ്കിൽ അത് കുട്ടികളുടെ എന്ന് പറയുന്ന മീനിങ് ആണ് വരുന്നത്. ക്ലിയർ ആയോ? Clear ആയി മാം. മിസ്റ്റേക്ക് ആയിരുന്നു, വർഷങ്ങളോളം നിങ്ങൾ പഠിച്ചു വന്നിരുന്നത് മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. അതാണ് ചിൽഡ്രൻ എന്ന് പറയുന്ന വാക്ക് ഞാൻ ആദ്യം എടുത്തിട്ടത്. കാരണം എല്ലാവരും മിസ്റ്റേക്ക് ചെയ്യുന്നതാണ്, കോമൺലി മിസ്റ്റേക്ക് ആണ് എല്ലാവരും. ഇനി നെക്സ്റ്റ് പേഴ്സൺ. പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി എന്നാണ്. അതിന്റെ പ്ലൂറലാണ് പീപ്പിൾ. ഒരിക്കലും ഇത് പറഞ്ഞ പോലെ തന്നെയാണ് പീപ്പിൾസ് ആർ എല്ലാവരും യൂസ് ചെയ്യുന്നത്. പീപ്പിൾസ് ആർ തെറ്റാണ്. പീപ്പിൾ ആർ എന്നാ വരാം. ഓക്കെ, ഇതിന്റെ കൂടെ ഒരിക്കലും വെസ്റ്റ് ആഡ് ചെയ്യരുത്. പീപ്പിൾ ഓൾറെഡി പ്ലൂറലാണ്, പിന്നെയും അതിന് കൂടെ വെസ്റ്റ് ആഡേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, പീപ്പിൾ ആർ എന്നാ പറയാം. ഓക്കെ, ടൂത്ത് ടീത്ത് ആണ്. ഫുഡ് ഫീറ്റ്. ടൂത്തിന്റെ കൂടെ ടൂത്ത് എന്ന് പറയരുത്.
ടൂത്തിന് പ്ലൂറൽ ആക്കണമെങ്കിൽ ടീത്ത് എന്നാ പറയുന്നത്. ഓക്കെ, അവിടെ ഒന്ന് എസ് ആഡ് ചെയ്യുന്നത് മിസ്റ്റേക്ക് ആണ്. ഓക്സ് ആണ്, എല്ലാവരും ചോദിച്ചു ഓക്സ് ഓക്സൺ ആണ്, ഒരിക്കലും എസ് അല്ല, ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് പ്ലൂറൽ ആണ്. അതാണ് ഓക്സൺ ആയത്. ഓക്കെ, മൗസ് മൈസ് ആണ്, ഗൂസ് ഗീസ് ആണ്. ഇതേപോലെ ഡിഫറെന്റ് പ്ലൂറൽസ് നിങ്ങൾക്ക് സെർവ് ചെയ്ത് നോക്കിയാൽ ഒരുപാട് കിട്ടും. പഠിച്ചിരിക്കുക, അറിഞ്ഞിരിക്കുക. ഇനി ഒരു ചേഞ്ച് ഇല്ലാത്ത പ്ലൂറലുണ്ട്. ഷീപ്പ് ആണ്. ഷീപ്പ് സിംഗിൾ ആയിട്ടും പറയും, പ്ലൂറൽ ആയിട്ടും പറയും. അവിടെ ഒരു ചേഞ്ച് ഉണ്ട്. ഡിയർ തന്നെയാണ്. ഫിഷ് ആണ്. സീരീസ് ആണ്. സ്പീഷീസ് ആണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെ ഫിഷിന് വരുന്ന അടുത്തൊരു കാര്യം പറഞ്ഞുതരാം. ഒരുപാട് മീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഫിഷ് തന്നെ ആയിരിക്കും. ഫിഷ് തന്നെയാണോ മാം? ഫിഷ് തന്നെ ആയിരിക്കും. നോ ചേഞ്ച് എന്നല്ലേ പറഞ്ഞേ? അങ്ങനെ ചേഞ്ച് അല്ലേ? ഫിഷസ് നിങ്ങൾ എപ്പോഴെങ്കിലും പറയാറുണ്ടോ? ഫിഷസ്, there are lot of fishes എന്ന് പറയാറുണ്ട്. ഇല്ല. പറയാറുണ്ട്. മെനി അങ്ങനെയൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഫിഷ് നമ്മൾ ഫിഷസ് എന്ന് പറയാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ പറയാറുണ്ട്. അതെങ്ങനെയാണ് പറയുന്നതെന്ന് അറിയണ്ടേ? ഒരേപോലത്തെ ഫിഷ് ആണെങ്കിൽ നമുക്ക് ഫിഷ് എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ഒരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞാല് അവിടെ അയല മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ പറയും ഫിഷ് ആണ്. കുറെ ഫിഷ് ഉണ്ടെങ്കിൽ ഫിഷ് ആണത്. ഒരു ടൈപ്പ് ഫിഷേ ഉള്ളൂ. ആ സമയം നിങ്ങൾ പോകുമ്പോൾ പല ടൈപ്സ് ഓഫ് ഫിഷസ് ഉണ്ട്, മനസ്സിലായോ? ഉണ്ടെങ്കിൽ അതായത് അയല, ചാള, പിന്നെ എന്തൊക്കെയാണ് പല വെറൈറ്റി ഫിഷ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫിഷസ് എന്ന് പറയാം. മനസ്സിലായോ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫിഷസ് യൂസ് ചെയ്യാം. ഒരു ടൈപ്പ് മാത്രം ഉള്ളെങ്കിൽ ഫിഷ് ആണ് പറയുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾ അക്വേറിയത്തിൽ പോയി നോക്കിയാൽ അക്വേറിയത്തിൽ പല ടൈപ്പ് മീനുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പറഞ്ഞ മീനുകൾ എന്നാണ്. പല ടൈപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിഷസ് എന്ന് പറയാം. ഓക്കെ, ഇനിയിപ്പോ ഗോൾഡ് ഫിഷ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് പറയും? അത് ഫിഷ് ആണ്. ഓക്കെ, കുറെ ഗോൾഡ് ഫിഷ് ഉണ്ടെങ്കിൽ അത് ഫിഷ് ആണ്. ഇനി ഗോൾഡ് ഫിഷും അല്ലാത്ത ഫിഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫിഷസ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് പ്ലൂരല്. അപ്പൊ ഏകദേശം മനസ്സിലായല്ലോ? മനസ്സിലായോ? ഇനി കുറച്ചുകൂടി കൺഫ്യൂഷൻ ആക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ടെക്സ്റ്റിലുള്ളത്. ടെക്സ്റ്റിൽ നോക്കാം. അപ്പോ എക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാല് പ്ലൂറൽ ആകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ് ഇതൊക്കെ എസ് ആഡ് ചെയ്താണ്. പക്ഷെ ഇതൊക്കെ പ്ലൂറൽ ആണോ? അല്ല, സിംഗുലർ ആണ്. ഓക്കെ, അത് പഠിച്ചിരിക്കാം. ഇതൊക്കെ സിംഗുലർ ആണ്. ഫിസിക്സ് എന്ന് കണ്ടാല് അതൊക്കെ സിംഗുലർ ആണ്. എസ് ആഡ് ചെയ്ത് കൊണ്ട് നിങ്ങൾ പ്ലൂറൽ ആണ് എന്ന് പറയണ്ട, അത് സിംഗുലർ ആണ്. മനസ്സിലായോ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതൊക്കെ എക്സെപ്ഷൻസ് വേർഡ്സ് ആണ്. ഇതൊക്കെ നമ്മൾ സിംഗുലർ ആയിട്ടാ പറയും. ഓക്കെ, ന്യൂസ് ഒക്കെ സിംഗുലർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓക്കെ. പിന്നെ ഇവിടെ നോക്കിയേ, വില്ലോസ്, ജീൻസ്, അസറ്റ്സ്, സിസേഴ്സ് ഇതെല്ലാം നമ്മൾ പ്ലൂറൽസ് ആയിട്ടാണ് യൂസ് ചെയ്യാറ്. പക്ഷേ കാണുമ്പോ ഒരെണ്ണേ ഉള്ളൂ. സിസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കത്രികയെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ പറയുന്നത് സിസേഴ്സ് എന്നാണ്, അല്ലേ? മനസ്സിലായോ? ഈ പ്ലൂറൽ വേർഡ്സ് ആണ്. ജീൻസും ഒരു ജീൻസേ ഉള്ളൂ. പക്ഷെ നമ്മൾ ജീൻസ് എന്നാ പറയാറ്. ശ്രദ്ധിച്ചിട്ടില്ലേ? അതൊക്കെ പ്ലൂറൽ വേർഡാണ്.
മാം പക്ഷെ ഇതില് റിച്ചസ് എന്നുണ്ടല്ലോ മാം. അപ്പൊ നമ്മൾ റിച്ച് എന്ന് പറയാറുണ്ടല്ലോ മാം. അപ്പൊ ഇതില് റിച്ചസ് എന്നിട്ടിരിക്കുന്നു. റിച്ച് എന്ന് പറഞ്ഞാലും റിച്ചസ് പ്ലൂറൽ അല്ലേ? ഈസ് എ റിച്ച് മാൻ, അവന് റിച്ച് മാൻ അല്ലേ? റിച്ചസ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. ഓക്കെ മാം. Yeah. Then shorts, pillars, ഇതൊക്കെ plurals ആണെന്ന് പഠിച്ചു വെക്കാം. ജീൻസിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ജീൻസ്, പാന്റ് ഒക്കെ പാൻസ് എന്നൊക്കെയാ പറയില്ല നമ്മള്. പാൻസ്, പാന്റ് എന്നും പറയും, പാൻസ് എന്ന് പറയും. പാൻസിന്റെ പ്ലൂറൽ ആണ്. പാന്റ് സിംഗിൾ ആണെന്ന് പറയാനും പറ്റില്ല. ഏകദേശം നമ്മൾ പ്ലൂറൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാറ്. ഓക്കെ, അത് കണ്ണട, സ്പെക്ടാക്കിൾസ്. സ്പെക്ടാക്കിൾ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സ്പെക്ടാക്കിൾ, സ്പെക്ടാക്കിൾസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഓക്കെ, പാന്റ് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആയിട്ട് വരും. പാൻസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ട് വരും. ഈ ടേബിൾ ഉള്ളത് എല്ലാവരും പ്ലൂറൽ ആണ് പഠിക്കാം. അത്രയും പഠിച്ചാൽ മതി, വേറെ നിങ്ങൾ ഒരുപാട് ആലോചിക്കേണ്ട. ഈ ടേബിൾ ഉള്ളത് പ്ലൂറൽ ആയിട്ട് പഠിക്കാം. അതുപോലെ ഈ കാണുന്ന വേർഡ്സ് മാത്തമാറ്റിക്സ് ഇതൊക്കെ സിംഗുലർ ആയിരുന്നു പഠിക്കാം. സിംഗുലർ, അതായത് സിംഗുലറിലാണെന്ന് പഠിക്കാം. അത് മതി. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൂടെയുള്ളൂ. സ്പെക്സ് എന്ന് പറയും. സ്പെക്സ് എന്ന് പറയുന്നത് ഷോർട്ട് ആയിട്ട് നമുക്ക് പറയുന്നതാണ്. സ്പെക്സ് എന്ന് പറയും കേട്ടോ. അപ്പൊ നിങ്ങൾ എങ്ങനെ പഠിക്കുക? ഈ ടേബിളിലുള്ളത് പ്ലൂറലും ഈ മുകളിൽ കാണുന്നത് സിംഗുലർ ആണെന്ന് പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് വെറുതെ കൺഫ്യൂഷൻ ഒന്നും വരില്ല. അടുത്തത്, some nouns in English seems to be singular but are in fact a plural and they are followed by plural verbs. അതുപോലെ തന്നെയാണ് ഈ കാണുന്ന വേർഡ് പ്ലൂറൽ ആണ്. പീപ്പിൾ അത് ഓൾറെഡി നമുക്ക് അറിയാം, പ്ലൂറൽ ആണെന്ന് അറിയാം. പോലീസ് പ്ലൂറൽ ആണ്. കാറ്റ്, പോൾട്രി ഇതൊക്കെ പ്ലൂറൽ ആണെന്ന് പഠിക്കുക. അത് മതി. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം, നോട്ട് എടുത്തിട്ട് പ്ലൂറൽ നൗൺ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്ലൂറൽ നൗൺ എഴുതി വെക്കുക. സിംഗുലർ എന്ന് പറഞ്ഞിട്ട് അതും സിംഗുലർ ആയിട്ട് എഴുതി വെക്കാം. ഓക്കെ, ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. അപ്പൊ അങ്ങനെ എഴുതി വെക്കാം. എഴുതുമ്പോ കുറച്ചുകൂടെ ബെറ്റർ ആണ്, നിങ്ങളുടെ ബ്രെയിനിലേക്ക് രജിസ്റ്റർ ആവാനായിട്ട് സിമ്പിൾ വേ ആണ്. അങ്ങനെ ചെയ്ത് വെക്കുക. ടെക്സ്റ്റും എന്റെ നോട്ടും കൂടെ ഒക്കെ നോക്കിയിട്ട് പ്ലൂറൽ, സിംഗുലർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഓക്കെ ഇത് പ്ലൂറൽ ആണ്, ഇത് സിംഗുലർ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ വേണം നിങ്ങളത് മനസ്സിലാക്കിയോ പഠിച്ചോ വെക്കാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ പ്ലൂറൽ എന്ന് പറയുന്നത്. പ്ലൂറൽ ആൻഡ് സിംഗുലർ ഇത്രയൊക്കെ ഉള്ളൂ. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ക്ലിയർ ആയി മാം. ക്ലിയർ ആയി. ഇനി അടുത്തത് ജെൻഡേഴ്സ് ആണ്. ജെൻഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മസ്കുലിൻ ജെൻഡർ, ഫെമിനൈൻ ജെൻഡർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ജെൻഡേഴ്സ് ഉണ്ട് അല്ലെ? അതായത് മെയിൽ വേർഷൻ, നമ്മളെ മെയിൽ ആൺകുട്ടി, സ്ത്രീകൾ, പുരുഷൻ എന്നൊക്കെ പറയുന്നത് ജെൻഡർ ആണല്ലോ. അതേപോലെ തന്നെ കുറെ ജെൻഡേഴ്സ് ഉണ്ട്. മസ്കുലിൻ ജെൻഡർ, ഫെമിനൈൻ ജെൻഡർ, ന്യൂട്രൽ ജെൻഡർ, കോമൺ ജെൻഡർ. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ജെൻഡർ ഉണ്ട്. ഓക്കെ, അപ്പോ ഫസ്റ്റ് മസ്കുലൈൻ ജെൻഡർ ആണ്. മസ്കുലൈൻ ജെൻഡർ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മെയിൽ വേർഷൻ ആണ്. അതിപ്പോ എന്തും ആയിക്കോട്ടെ, ജീവനുള്ള വസ്തുക്കള് ലൈഫ് ജീവനുള്ള വസ്തുക്കളിൽ പെടുന്നത് മനുഷ്യന്മാരല്ലേ, പേഴ്സൺ ആൻഡ് ആനിമൽ. പേഴ്സൺ ആൻഡ് ആനിമലിലാണ് ഈ വേർഷനുള്ളത്, മസ്കുലൈൻ ജെൻഡർ ഉള്ളത്. ഓക്കെ, ഒരു പേര്, ഒരു വാക്ക് കേൾക്കുമ്പോൾ, ഒരു നൗൺ കേൾക്കുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഇത് ഏത് ജെൻഡർ ആണ്. എക്സാമ്പിള് ഫാദർ. ഫാദർ മസ്കുലിൻ ജെൻഡർ ആണ് അല്ലെ? ആണോ? പറയാമോ? അതായത് മസ്കുലിൻ ജെൻഡർ എന്ന് പറയുന്നത് മെയിൽ വേർഷൻ ആണ്, മെയിൽ ആണ്, മെയിൽ ജെൻഡർ ആണ്. മസ്കുലിൻ ജെൻഡർ എന്ന് പറയുന്നത് മെയിൽ ജെൻഡർ ആണ്. അതായത് ഒരു നമ്മുടെ മനുഷ്യന്മാരിലും അനിമൽസിലും ഈ മെയിൽ ജെൻഡർ ഉണ്ട് അല്ലെ? അത് പെണ്ണിലായിക്കോട്ടെ മെയിൽ ജെൻഡർ ഉണ്ട്. ജീവനുള്ള വസ്തുക്കളിൽ മാത്രമേ ഉള്ളൂ, ജീവനുള്ളതിന് മാത്രമേ ഉള്ളൂ. ജീവനില്ലാത്തതിന് ഈ മെയിലോ ഫീമെയിലോ എന്ന് പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഉണ്ടാകുന്നത് അനിമലും പേഴ്സണൽ ഹ്യൂമൻ ബീങ്സും ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോ കിങ്, കിങ് ഏത് ജെൻഡർ ആണ്? കിങ്
Masculine. Masculine. Yeah. Rooster. Rooster എന്താണ്? Rooster. എന്ത് മാം? Rooster. പൂവങ്കോഴി. Masculine. Masculine. അല്ലെ? ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം അത് ഏത് ജെൻഡർ ആണ്. അതുപോലെ തന്നെയാണ് ഫെമിനൈൻ ജെൻഡർ. ഫീമെയിൽ ആണ്. ക്യൂൻ ഏതാണ്? ക്യൂൻ. Feminine gender. Feminine. Mother. Feminine. Feminine. Grandmother. Feminine. Feminine. ഇതേപോലെ. അപ്പൊ ഇതേപോലെ തന്നെ മസ്കുലിൻ ജെൻഡറിൽ പെടുന്ന ആനിമൽസ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കണം. ഫീമെയിൽ ഫെമിനിൻ ജെൻഡറിൽ പെടുന്ന ആനിമൽസ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കാം. അത് നമുക്ക് അതായിരിക്കും കുറച്ചൊരു ഡൗട്ട് വരാം. ബാക്കി ഫെമിനിൻസിലെല്ലാം അത് ക്ലിയർ ആയിരിക്കും. അപ്പൊ അതിന്റെ മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ ഓഫ് ആനിമൽസ് അത് നോക്കി വെക്കണം. ഓക്കെ, അതൊന്ന് അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ ക്ലിയർ ആണ്. ഈ നെക്സ്റ്റ് ന്യൂട്രൽ ജെൻഡർ ആണ്. ന്യൂട്രൽ ജെൻഡർ എന്ന് പറയുമ്പോൾ ലൈഫ്ലെസ് തിങ്സ് ആണ്, ജീവനില്ലാത്ത വസ്തുക്കളാണ്. അതിന് മെയിലോ ഫീമെയിലോ എന്ന് പറയുന്നത് ഒന്നുമില്ല. അതെന്തും ആകാം, ജീവനില്ലാത്ത എന്തും ന്യൂട്രൽ ജെൻഡർ ആണ്. ഓക്കെ, ടേബിള്, നിങ്ങളുടെ മുന്നിൽ ടേബിള്, മൊബൈല്, ഇതിനൊക്കെ ജെൻഡർ ഉണ്ടോ? ഇല്ല. ജെൻഡർ ഇല്ലാത്ത എല്ലാവരും ജീവനില്ലാത്ത വസ്തുക്കളായി. അതെല്ലാം എന്താണ്? ന്യൂട്രൽ ജെൻഡർ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേന, ബുക്ക്, നിങ്ങളിരിക്കുന്ന ഡ്രസ്, മൊബൈൽ ഫോൺ, TV, ഇതൊന്നും ജെൻഡർ ഇല്ല. സോ these are neutral genders. Okay, clear? Clear. കോമൺ ജെൻഡർ എന്ന് പറയുമ്പോൾ അവിടെ മെയിലും ഫീമെയിലും ഉണ്ടാവും. മനസ്സിലായോ? മെയിലും ഫീമെയിലും സൂചിപ്പിക്കുന്നതാണ് കോമൺ ജെൻഡർ എന്ന് പറയുന്നത്. അതൊരു പ്രൊഫഷൻ ആകാം. ഫെമിനൈൻ എന്നുള്ള പറയോ? ഫെമിനൈൻ എന്ന് പറയുന്നത് മെയിലാണ്, ഫീമെയിൽ ആണ്, ഫീമെയിൽ വേർഷൻ ആണ്. ഒരു വാക്ക് കേൾക്കുമ്പോൾ മദർ ഫെമിനൈൻ ജെൻഡർ ആണ്, സിസ്റ്റർ ഫെമിനൈൻ ജെൻഡർ ആണ്, അല്ലെ? അനിമൽ ആണെങ്കിൽ ഫെമിനൈൻ ജെൻഡർ ആണ്. ഓക്കെ, അനിമൽ എന്താ പറയാ, ഇങ്ങനെ ഫെമിനൈൻ അനിമൽസ് നോക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഫെമിനൈൻ ജെൻഡർ എന്ന് പറയുന്നത്. ന്യൂട്രൽ ജെൻഡർ ജീവനില്ലാത്ത വസ്തുക്കള് എല്ലാവരും ന്യൂട്രൽ ആണ്. അവിടെ മെയിലോ ഫീമെയിലോ എന്ന് പറഞ്ഞ ജെൻഡേഴ്സ് ഒന്നുമില്ല, അല്ലെ? ഇതൊക്കെ ന്യൂട്രൽ ആണ്. ഇനി കോമൺ എന്ന് പറയുമ്പോ ഒരു വാക്ക് കേൾക്കുമ്പോൾ അതൊരു മെയിലും ഉണ്ടോ ഫീമെയിലും ഉണ്ടോ? അതായത് ടീച്ചർ എന്ന് പറയുമ്പോൾ അതിന് മെയിലും ഫീമെയിലും ഉണ്ട്. മെയിൽ ടീച്ചേഴ്സ് ഉണ്ട്, ഫീമെയിൽ ടീച്ചേഴ്സ് ഉണ്ട്. ഡോക്ടർ ഫീമെയിൽ ഉണ്ട്, മെയിലും ഉണ്ട്, അല്ലെ? ഡോക്ടർ മെയിൽ ഡോക്ടർ ഉണ്ട്, ഫീമെയിൽ ഡോക്ടർ ഉണ്ട്. ഓക്കെ, നേഴ്സ്, അതിലും മെയിലും ഫീമെയിലും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കോമൺ ജെൻഡർ ആണ്. അത് രണ്ടിലും കോമൺലി മെയിലും ഫീമെയിലും ഉണ്ട്. ഓക്കെ, സിംഗർ എന്ന് പറയുന്നത് അത് കോമൺ ജെൻഡർ ആണ്. അവിടെയും മെയിൽ സിംഗർ ഉണ്ട്, ഫീമെയിൽ സിംഗർ ഉണ്ട്. ആർട്ടിസ്റ്റ്, അതും മെയിലും ഫീമെയിലും ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ജെൻഡേഴ്സ് ക്ലിയർ ആണോ? Clear, ma'am. Clear, ma'am. Clear. ഓക്കെ, അപ്പൊ അനിമൽസിൽ തന്നെ നിങ്ങൾ ഫെമിനൈൻ ആൻഡ് മസ്കുലിൻ ഏതൊക്കെയാണെന്ന്, ഏതൊക്കെ അനിമൽസ് ആണെന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഡൗട്ട് ക്ലിയർ ആണ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ മാത്രമേ ഉള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനെ ബേസ് ചെയ്ത് വരില്ല. അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ മോണ്ടിസോറി ടീച്ചേഴ്സ് ആണ്, പറഞ്ഞു കൊടുക്കണം. എപ്പോഴായാലും ടീച്ചേഴ്സിന് അറിവ് അത്യാവശ്യമാണ്. അപ്പൊ അറിഞ്ഞിരിക്കുക, എല്ലാം അറിഞ്ഞിരിക്കാം, നോക്കി. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഫോർമേഷൻ ആണ്, ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സ് ആണ്. അതായത് ജെൻഡേഴ്സിൽ തന്നെ പ്ലൂറൽസ് ഉണ്ട്. പ്ലൂറൽസ് മീൻസ് പ്ലൂറൽ അല്ല. ഇപ്പൊ ഓദർ എന്ന് പറയുന്നത് ഒരു ജെൻഡർ ആണ്, അല്ലെ? ഓദർ എന്താണ്? ഏത് ജെൻഡർ ആണ് ഓദർ? മസ്കുലിൻ ആണ്. അതിന് ഫെമിനിൻ ആക്കണമെങ്കിൽ ഓദേഴ്സ് എന്ന് പറയണം. ഓദറസ്, അല്ലെ? ഓദറസ് എന്നാണ് അതിന്റെ മസ്കുലിൻ ഫെമിനിൻ വരാം. ഈ നെക്സ്റ്റ് ലയൺ എന്ന് പറയുന്നത് മസ്കുലിൻ ജെൻഡർ ആണ്. ഫെമിനിൻ ജെൻഡർ ലയണസ്. ഓക്കെ, അപ്പൊ ഈ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് മാം ഓദർ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്നല്ലേ? എന്തോ
അല്ല മാസ്കുലിൻ ജെൻഡർ ഓതർ സൗണ്ടിൽ പറയും, കേൾക്കുന്നില്ല. ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതല്ലേ? ഓരോന്നോ? ഓർഡർ കോമൺ ആയിട്ട് ഓതർ കോമൺ ആണ്, ശരിയാണ്, കോമൺ ആണ്. അതിലെന്തായാലും മസ്കുലിൻ ഉണ്ടല്ലോ, അല്ല ഫെമിനിൻ ഉണ്ടല്ലോ, അല്ലേ? കോമൺ ആണെങ്കിലും അതിൽ ഫെമിനിൻ ഇല്ലേ? അല്ല, അതില് രണ്ട് ഫെമിനിൻ ഉണ്ടാവുമ്പോ എങ്ങനെയായാലും അത് കോമൺ അല്ലല്ലോ. കോക്ക് എന്ന് പറയുന്ന വേർഡ് അപ്പൊ എങ്ങനെ നമ്മള് ആണിന് വേറെയും പെണ്ണിന് വേറെ അല്ലേ പറയണേ? ഓതർ എന്ന് ആക്ട്രസ് പറയുന്നത് കോമൺ ആക്ട്രസ് അല്ല. അങ്ങനെ പറഞ്ഞ മാതിരി. ഓതർ എന്ന് പറയുന്നത് കോമൺ അല്ല. ഓക്കെ, മെയിലിനും ഫീമെയിലിനും സെപ്പറേറ്റ് പേരുണ്ടെങ്കിൽ അതൊരിക്കലും കോമണിൽ പെടില്ല. അത് മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ ആണ്. ഡോക്ടർ, മെയിൽ ഡോക്ടർ നിങ്ങൾ എന്താ പറയാ? പേരുണ്ടോ? ഡോക്ടർ എന്നല്ലേ പറയാ? ആണിനും പെണ്ണിനും ഡോക്ടർ എന്നാ പറയാ. ടീച്ചർ ആണിനും പെണ്ണിനും ടീച്ചർ എന്നാണ് പറയാം. ടീച്ചർ എന്നല്ലേ പറയാ. സാറ് നമ്മളിത് വിളിക്കുന്നതാണ്, പക്ഷെ അവരുടെ പ്രൊഫഷൻ ടീച്ചറാണ്. പക്ഷെ വിളിക്കില്ലേ മെയിലിന്? അതുപോലെ വിളിക്കുന്നതല്ലേ, പക്ഷെ പ്രൊഫഷൻ ടീച്ചറാണോ? അല്ലേ? ഡോക്ടറിനെ നമ്മള് സാർ എന്ന് വിളിക്കും, മാം എന്ന് വിളിക്കും, പക്ഷെ അവര് പ്രൊഫഷൻ ഡോക്ടർ അല്ലേ. ആ വാക്ക് എന്ന് പറയുമ്പോൾ അത് ഡോക്ടർ എന്ന് പറയുന്ന വാക്ക് ഒരിക്കലും ഏത് ജെൻഡറാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് എല്ലാം രണ്ട് ജെൻഡറിൽ പെടും, മനസ്സിലായോ? സെപ്പറേറ്റ് നെയിം ഇല്ല. ഫെമിനൈൻ മസ്കുലിൻ എന്ന് പറയാൻ പറയുന്ന ഒരു നെയിം ഇല്ല. അങ്ങനെ നെയിം ഉണ്ടെങ്കിൽ അത് ഫെമിനൈൻ ആണ്, മസ്കുലിൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ് ഈ ഓതർ. ഓതർ മസ്കുലിൻ ജെൻഡർ ആണ്, അതിന് ഫെമിനൈൻ ജെൻഡർ ആണ് ഓതറസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കാണുന്നത് എല്ലാവരും മസ്കുലിൻ ആൻഡ് ഫെമിനൈൻ ജെൻഡേഴ്സ് ആണ്. അതിന്റെ ഫോർമേഷൻ ആണ് വന്നിരിക്കുന്നത്. ആക്ടേഴ്സ്, ആക്ട്രസ്. എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സ്ട്രെയിൻ എടുത്താണ് പറയുന്നത്, അപ്പോ ക്ലിയർ ആയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോ ഇതെല്ലാരും മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്ന എല്ലാവരും. ഓക്കെ, ഇതെല്ലാരും മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ആണ്. ക്ലിയർ അല്ലേ? ഇവിടെ സിസ്റ്റർ, ഇവിടെ ഹെൻ എന്ന് കൊടുത്തിട്ടുണ്ട്, അത് മിസ്റ്റേക്ക് ആണ്. സിസ്റ്റർ ബ്രദർ ആണ്. ഓക്കെ, അത് മിസ്റ്റേക്ക് ആണ്, ബ്രദർ ആണ്. കോക്ക്, ഹെൻ, ഹോഴ്സ്, മെയാർ, ഇതൊക്കെ മസ്കുലിൻ ആൻഡ് ദെൻ ഫെമിനിൻ. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെച്ചാൽ മാത്രം മതി. ഗോട്ട് ഗോട്ട് തന്നെയാണ്. ഗോട്ടില് ഫെമിനിൻ ആണെങ്കിലും മെയിൽ ആണെങ്കിലും ഗോട്ടിന് ഗോട്ട് തന്നെയാ പറയാം. വോൾഫും വോൾഫ് തന്നെയാണ് പറയാം. ഓക്കെ, ഇവിടെ ഫെമിനിൻ ഒന്നും പറയാനില്ല. സെയിം പേര് സെയിം തന്നെയാണ്. വോൾഫും വോൾഫ് തന്നെയാണ്. അത് ഫെമിനിൻ ആണെങ്കിലും മസ്കുലിൻ ആണെങ്കിലും വോൾഫ് തന്നെയാണ്. അവിടെ എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും സെന്റൻസിൽ, അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ അത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോ ഇതുവരെ എടുത്തത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഹലോ എന്തോ നോട്ടിന്റെ താഴെ നോട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ടുഡേയ്സ് ഇംഗ്ലീഷ് ഓതർ ആൻഡ് പോയറ്റ് ഡിനോട്ട് മെൻ ആൻഡ് വുമൻ ലൈക്ക്. എവിടെയാണ്? ടെക്സ്റ്റിലാണോ? ടുഡേയ്സ് ഇംഗ്ലീഷ് ഓതർ ആൻഡ് പോയറ്റ് ഡിനോട്ട് മെൻ ആൻഡ് വുമൻ ലൈക്ക് പറഞ്ഞു. എവിടെയാണെന്ന് പറയാം. പറഞ്ഞില്ലേ ഓതർ ഓതർ അത് പറഞ്ഞില്ലേ? അതിന്റെ താഴെ നോട്ടാണെന്ന് തോന്നുന്നു മാം. ഇൻ ടുഡേയ്സ് ഇംഗ്ലീഷ് ഓതർ നോട്ടായിട്ട് കൊടുത്തു. ഫെമിനിൻ ജെൻഡറും മസ്കുലിൻ ജെൻഡറിന്റെ താഴെയായിട്ട് നോട്ട്. മനസ്സിലായി, മനസ്സിലായി. Then today's English author and poet denotes men and women. അതായത് നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും ഒന്നിച്ച് ഓതർ, പോയറ്റ് എന്നൊക്കെയാണ് പറയാറ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നാലും
ആക്ടർ ഓതർ എന്ന് പറയുന്നത് ഓതറസ് എന്ന് പറയുന്ന ഫീമെയിൽ വേർഷൻ ഉണ്ട്. ആ ഒരു പേരുണ്ട്, മനസ്സിലായോ? അത് ഉള്ളത് തന്നെയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ കോമൺലി നമ്മൾ ഓതർ എന്നൊക്കെ പറയാറ് എന്നാണ് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ. പക്ഷെ ഓതർ എന്ന് പറയുമ്പോൾ മെയിലും ഓതറസ് എന്ന് പറയുമ്പോൾ ഫീമെയിലും ആണ്. ഇത്രയേ ഉള്ളൂ. അത് ഉള്ളത് തന്നെയാണ്. നമ്മൾ കോമൺലി നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനെയാണ് പറയാറ് എന്നാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ. മാം ഇതിൽ ഏത് തെറ്റ് പറഞ്ഞില്ലേ മാം, അതൊന്നുകൂടി പറയാവോ, ഏതാ തെറ്റെന്ന്? തെറ്റ് പറഞ്ഞത് ഏറ്റവും താഴെ 20ാമത്തെ പേജില് സിസ്റ്റർ ബ്രദർ. By using separate words, bachelor. അതിന്റെ അടിയിൽ സിസ്റ്റർ എടുക്കുന്ന ഹെന്ന് വെട്ടണം. ഓക്കെ ഓക്കെ. നിങ്ങളിത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ തോന്നും. അതൊന്ന് ക്ലിയർ ചെയ്ത് വെക്കാം. ടെക്സ്റ്റിൽ കുറച്ച് ടെക്നിക്കൽ പ്രിപ്പയർ ആയിരിക്കും, ടൈപ്പിംഗിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. അതൊന്ന് ക്ലിയർ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ മാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. എന്തോ ചോദിച്ചെന്ന് പറഞ്ഞു. എന്താണ് സിസ്റ്റർ എന്നുള്ളത് ബ്രദർ എന്നാണ് പറയുന്നത്. എന്നായിരുന്നു പറഞ്ഞേ? സിസ്റ്റർ എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്. അപ്പോ ബ്രദർ ഓക്കെ ഓക്കെ, താങ്ക് യു. എന്താണ് ചോദിച്ചത്? റസ്ന ഒന്നുമില്ലല്ലോ. ഓക്കെ, ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. മൈൻഡപ്പ് ചെയ്യാന്നല്ലേ? ഓക്കെ മാം. നോ ഡൗട്ട്. നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ വന്ന് ചോദിക്കാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.